ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. നമ്മുടെ വീട്ടിലും ഇത് സിമ്പിളായി എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നമുക്കുണ്ടാക്കാം. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചിക്കൻ്റെ മീറ്റ് കൂടുതലുള്ള പാർട്സാണ് എടുത്തേക്കുന്നത്. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ പീസാണ്. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറിയ പീസ് തന്നെയാണ് ആവശ്യമുള്ളത്. നമുക്കിനി ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, അര ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ടയുടെ വെള്ള, കൂടാതെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു ഇത്രയും കൂടെ വെള്ളം കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കോൺഫ്ലവർ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, അല്ല നമ്മൾ ഒഴിച്ച വെള്ളമല്ല. ഈ മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മസാല ഇത് റെഡിയാക്കാൻ. നമുക്കിനി ഇത് ഒരു 1/4 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിനായി ഞാനിവിടെ 2 ക്യാപ്സിക്കോയും 1 സവാളയുമാണ്. ക്യാപ്സിക്കോ യെല്ലോയും ഗ്രീനുമാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടാതെ 1 സ്പ്രിംഗ് ഒണിയനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ക്യാപ്സിക്കോ ഒക്കെ നമുക്ക് വലുതായിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ. ഒരു സ്ക്വയർ ഷേപ്പോ അത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഒരു ഇത്തിരി വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം മതി. അത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. കൂടാതെ സവാളയും നമുക്കൊരു മീഡിയം ടൈപ്പ് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമുക്ക് അല്ലികളായിട്ടൊന്ന് അടർത്തി വെക്കണം. കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലല്ല, ഏതെങ്കിലും റിഫൈനഡ് കുക്കിംഗ് ഓയിലിൽ മാത്രമേ ഉണ്ടാക്കാവൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചിക്കൻ നമുക്ക് അധികം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 5-8 മിനിറ്റോളം ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ആ ചിക്കൻ വറുത്ത സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കും നമ്മുടെ തീ. എപ്പോഴും നമുക്കിനി ഹൈ ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്യാവൂ. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെല്ലാ സാധനവും അടുത്ത് വെച്ച് ശേഷം മാത്രമേ ഉണ്ടാക്കാവൂ. കാരണം നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലാണ്. നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പുറം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒണിയൻ കൂടി ഇട്ടിട്ടുണ്ട്. അവസാനം വരെയും നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലായിരിക്കും. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കോയും കൂടെ ചേർക്കാം. വെജിറ്റബിളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
കൂടാതെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഈ സോസിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് സോസിൻ്റെയൊക്കെ അളവ് കൂട്ടാം. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതിലേക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവിയുടെയും ചിക്കൻ്റെയൊക്കെ ആ കളറില്ലേ അത് പതുക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോഴും നമ്മുടെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്